ബംഗ്ലാദേശിലെ നുഴഞ്ഞുകയറ്റക്കാരെ നേരിടാനായിട്ട് സുവേന്ദു അധികാരിയുടെ സ്വന്തം ഗൂർഖ പട്ടാളം വരുന്നു. അതെ, ഗൂർഖ പട്ടാളം. അത് നിസ്സാരക്കാരല്ല. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ അതിർത്തിയൊക്കെ കാക്കുന്ന BSF ആണ്. പിന്നെ ഈ ഇന്ത്യയുടെയും ഈ ടിബറ്റിൻ്റെയും മേഖലയിലേക്കാണെങ്കിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് ഉണ്ട്. പിന്നെ സശസ്ത്ര സീമാ ബെല്ല് നേപ്പാളിൻ്റെ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സൈനിക വിഭാഗങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഒരു സംസ്ഥാനത്തിൻ്റെ അർദ്ധ സൈനിക വിഭാഗമാണ് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റൈഫിൾസ് എന്ന് പറയുന്നത്. അതായത് പശ്ചിമ ബംഗാളിൻ്റെ സ്വന്തം ഗൂർഖ പട. ആ ഗൂർഖ പടയാണ് ഇനി പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തിയും തീവ്രവാദ ഭീഷണിയും അടക്കമുള്ള പ്രധാന പ്രശ്നങ്ങളെയെല്ലാം നേരിടാൻ പോകുന്നത്. ഇത് നിസ്സാരക്കാരല്ല ഇവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചരിത്രം വലുതാണ്. നമുക്കിവിടെ ഒരു അർദ്ധസൈനിക വിഭാഗം പോലെ ഒരു പ്രവർത്തിക്കുന്ന സേനകളുണ്ട്. അതിൽ ചിലതാണ് സ്പെഷ്യൽ ആംഡ് പോലീസുണ്ട്, ആംഡ് റിസർവ് ബറ്റാലിയൻ ഉണ്ട്, അതുപോലെ തന്നെ മലബാർ സ്പെഷ്യൽ പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, അതുപോലെയൊക്കെയുള്ള പോലീസുകളുണ്ട്. അപ്പോൾ നമ്മളുടെ അഭിമാനമാണ് നമ്മളുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കേരളത്തിനുണ്ട്. അതുപോലെ നമ്മുടെ തണ്ടർ ബോൾട്ട് ഉണ്ട്, പവർഫുള്ളായിട്ടുള്ള ഒരു അർദ്ധസൈനിക വിഭാഗം എന്ന് മാത്രമല്ല, സ്പെഷ്യൽ കമാൻഡോസാണ്. ആ കമാൻഡോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണുമ്പോഴും അവരുടെ പരിശീലന പരിപാടികൾ, അവരുടെ പോരാട്ടങ്ങൾ, അവർക്ക് തീവ്രവാദം തുരത്തുന്നതിനുള്ള പ്രത്യേകത കഴിവുകൾ, ഇതൊക്കെ നമുക്ക് ആവേശം തരുന്നതാണ്. അവർ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്ഥാനത്തിനും ഒക്കെ വലിയ സംഭാവനകൾ. അതുപോലെ പശ്ചിമ ബംഗാളിൻ്റെ ചരിത്രത്തിൽ വീരേതിഹാസം കുറിച്ച ഒരു പ്രത്യേക സൈന്യമുണ്ട്. നമ്മുടെ ആ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശീയമായി അവിടെ വലിയ ശക്തി ഉണ്ടായിരുന്ന സൈന്യമാണ്. ഇപ്പോൾ നമ്മുടെ തിരുവിതാംകൂറിൽ നായർ പട്ടാളം പണ്ടുണ്ടായിരുന്നത് പോലെ അവർ പിന്നീട് മദ്രാസ് റെജിമെൻറ്റിൻ്റെ ഭാഗമായി മാറുകയാണ് ചെയ്തത്. അതുപോലെ സ്വാഭിമാനമുണർത്തുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെയൊക്കെ വലിയ വീര്യം ഉൾക്കൊള്ളുന്ന പട്ടാളവും അർദ്ധസൈനിക വിഭാഗങ്ങളും പോലീസും ഒക്കെ ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പോലീസ് സേനയാണ്, ഇല്ലെങ്കിൽ അർദ്ധസൈനിക വിഭാഗമാണ് ഈസ്റ്റേൺ ഫ്രണ്ടിയർ റൈഫിൾസ് എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിൻ്റെ സ്വന്തം പട്ടാളം. ഈ പട്ടാളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിലാണ് ഇവർ രൂപീകരിക്കപ്പെടുന്നത്. അന്ന് മുതലുള്ള ഒരു സേനയാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ, അതായത് 1795 മുതൽ ഇവർ രൂപീകരിക്കപ്പെട്ട് ശക്തമായിട്ടുള്ള ഒരു സൈനിക സാന്നിധ്യമായിട്ട് പശ്ചിമ ബംഗാളിലുണ്ട്. ഈ പശ്ചിമ ബംഗാൾ അതുപോലെ തന്നെ കിഴക്കൻ മേഖല, ബീഹാർ തൊട്ട് അങ്ങോട്ടൊക്കെയുള്ള മേഖലകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഗൂർഖ വിഭാഗങ്ങളുണ്ട്. നേപ്പാൾ, ഈ പറയുന്ന നമ്മുടെ ഉത്തർപ്രദേശിൻ്റെ ഭാഗങ്ങൾ, ഈ ബീഹാർ, പശ്ചിമ ബംഗാൾ, ആസാം തുടങ്ങി അങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ പോരാട്ട വീര്യമുള്ളവരും വളരെ കരുത്തുള്ളവരും നല്ല കായികക്ഷമതയുള്ളവരും ഒക്കെയാണ്. നമ്മുടെ പഹാടി വിഭാഗങ്ങളൊക്കെ ഇല്ലേ, അതായത് മലമുകളിൽ താമസിക്കുന്ന ആൾക്കാർ, അവർക്ക് നല്ല കായികക്ഷമത ഉണ്ടായിരിക്കും. നമ്മുടെ ഈ തെക്കൻ വിഭാഗത്തിലെയോ ഇല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കുള്ള ആൾക്കാരെ പോലെ മാത്രമല്ല, ഇവർ കുറച്ചുകൂടി കരുത്തന്മാരാണ്. അപ്പോൾ ആ ശാരീരിക പ്രത്യേകതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൈനിക വിഭാഗങ്ങൾക്ക് രൂപം നൽകിയത് എന്നുള്ളതാണ്. അങ്ങനെ ഇവർ നിസ്സാരക്കാരല്ല എന്ന് പറയാൻ കാരണം ഇവർ 2ാം ലോകമായുധത്തിലും 1ാം ലോകമായുധത്തിലും ഈ 2 യുദ്ധങ്ങളിലും ഗംഭീരമായ പോരാട്ടം കാഴ്ചവെച്ച സേനകളാണ്. ഗൂർഖ പട്ടാളത്തെ പോലെയുള്ള സൈന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സൈന്യം, ഗൂർഖകളെ പോലുള്ള സൈന്യം, ഗൂർഖകളെ കൊണ്ടുള്ള സൈന്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ ലോകം തന്നെ കീഴടക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ഹിറ്റ്ലറാണ്. സാക്ഷാൽ ഹിറ്റ്ലർ. അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞത് അങ്ങനെയാണ്. കാരണം അത്രയേറെ പോരാട്ട വീര്യമുള്ള സൈനികരാണ് ഗൂർഖ എന്നുള്ളത്. ആ ഗൂർഖകളിലെ ഒരു വിഭാഗമാണ് ഇപ്പോൾ ഈ പറയുന്ന പശ്ചിമ ബംഗാളിലെ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അവരെ അങ്ങോട്ട് ജീവിച്ചു പോകാൻ, അല്ലെങ്കിൽ അവരെ സംഘടിപ്പിച്ച് നിർത്താനായിട്ട് അവിടുത്തെ സർക്കാരുകൾക്ക്, മാറി മാറി വന്ന സർക്കാരുകൾക്ക് താല്പര്യമില്ലായിരുന്നു. അതായത് നമ്മുടെ കോൺഗ്രസ്സിന് ഇന്ത്യയിൽ സൈന്യം പോലും വേണ്ടെന്നാണോ, എന്തിനാണ് സൈന്യം, മറ്റു രാജ്യങ്ങളുമായിട്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നവരാണ്. അത് മാത്രവുമല്ല, ബ്രിഗേഡിയർ JP ദൽവിയുടെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നെഹ്റുവിന് പട്ടാളത്തിന് ആയുധം നൽകാൻ പേടിയായിരുന്നു, സൈനിക അട്ടിമറി ഉണ്ടാകുമോ എന്ന് പേടിയായിരുന്നു. ഏതായാലും അതവിടെ നിൽക്കട്ടെ. അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ സൈനിക വിഭാഗം റാങ്കർ ലോക്കൽ ബറ്റാലിയൻ എന്ന പേരിൽ 1795 മുതൽ രൂപീകരിക്കപ്പെട്ട ഇവർ പിന്നീട് ഈ EFR എന്ന് പറയുന്ന ഈസ്റ്റേൺ ഫ്രണ്ടിയർ റൈഫിൾസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. നമ്മുടെ ആസാം റൈഫിൾസ് ഇല്ലേ, ആസാം റൈഫിൾസ് എങ്ങനെയാണ്, ഒരു അർദ്ധസൈനിക വിഭാഗമാണ്, ആസാമിൻ്റെ അഭിമാനമാണ്. പക്ഷേ അവർ പ്രവർത്തിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അർദ്ധസൈനിക വിഭാഗമാണെങ്കിലും അവരും നമ്മുടെ സൈന്യത്തിലുള്ള ആൾക്കാരാണ് അതിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്നത്. നമ്മുടെ സൈന്യത്തെ പോലെ തന്നെ ഇന്ത്യൻ ആർമി എപ്രകാരം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിഗംഭീരമാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. ഏതായാലും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം 1947 ശേഷം ഈ പറയുന്ന ഈസ്റ്റേൺ ഫ്രണ്ടിയർ റൈഫിൾസിന് വലിയ മാറ്റം വന്നു. അവരിൽ ഒരു വിഭാഗം, അതായത് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ഈസ്റ്റ് പാകിസ്ഥാൻ റൈഫിൾസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അത് ആ രാജ്യത്തിൻ്റെ ഭാഗമായി. പിന്നീട് ഉണ്ടായിരുന്ന ഈസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസ്, ഈസ്റ്റേൺ ഫ്രണ്ടിയർ റൈഫിൾസ് നമ്മുടെ രാജ്യത്തിൻ്റെ അർദ്ധസൈനിക വിഭാഗവുമായിട്ട് മാറി. പക്ഷേ ഇവരെ അങ്ങോട്ട് കാത്തു രക്ഷിക്കാനും ഇവരെ കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടത്താനും ശക്തമാക്കാനും സായുധവൽക്കരിക്കാനും ഒന്നും ഈ പറയുന്ന
കോൺഗ്രസ് സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ല, പിന്നീട് വന്ന മമതാ സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ല, പിന്നീട് വന്ന മമതാ സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം എന്തെന്നറിയാമോ? ഈ പറയുന്ന സൈന്യത്തിലുള്ള അർദ്ധസൈനിക വിഭാഗത്തിലുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഗൂർഖകളാണ്. ഇന്ത്യയുടെ ആവേശവും വീര്യവും ഒക്കെ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. അവിടുത്തെ തദ്ദേശീയരുമുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. വെസ്റ്റ് ബംഗാൾ പോലീസ് എന്നൊക്കെ ആയിരുന്നു നേരത്തെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ തദ്ദേശീയമായ ഒരു ഊർജ്ജം, വീര്യം ഇതിലൊക്കെ നിലനിൽക്കും. അങ്ങനെ വന്നാൽ അത് അവരുടെ രാജ്യത്തോടുള്ള കൂറും സ്നേഹവും ഒക്കെ നിലനിന്ന ഇവരുടെ വിഘടന രാഷ്ട്രീയം, രാജ്യവിരുദ്ധ രാഷ്ട്രീയമൊന്നും വിലപ്പോവില്ല എന്ന് കണ്ടിട്ടാണ് മമതാ ബാനർജിയും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഇതിനെ ചവിട്ടി താഴ്ത്തി വെച്ചിരുന്നതെന്ന്. എന്തായാലും സുവേന്ദു അധികാരി ഇപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇവരെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമായിട്ട് മാറ്റാൻ പോകുന്നു. വെസ്റ്റ് ബംഗാളിൻ്റെ പ്രതിരോധ ശക്തിയായിട്ട്, അല്ലെങ്കിൽ ആഭ്യന്തര കാര്യങ്ങൾക്കുള്ള ശക്തിയായിട്ടും അതിർത്തിയിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും ഇവരെ ഉപയോഗിക്കുന്നതാണ്. ഇവർ ഈ പറയുന്ന സ്വാതന്ത്ര്യാനന്തരം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത്, ഇല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ രൂപീകരണ സമയത്ത് വലിയ കരുത്ത് കാണിച്ച സൈന്യം കൂടിയാണ് എന്നുള്ളതാണ്. നദിയ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടൽ വളരെ പ്രസിദ്ധമാണ് 1971. ആ സമയത്ത് ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടന്ന്, അതായത് ഈസ്റ്റ് പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കയറാൻ ശ്രമിച്ച ആൾക്കാരെ തുരത്തി ഓടിക്കാനും അവരെയൊക്കെ കീഴ്പ്പെടുത്താനും ആ സൈന്യത്തെ തറപറ്റിക്കാനും ഒക്കെ ഈസ്റ്റേൺ ഫ്രണ്ടിയർ റൈഫിൾസ് കാണിച്ച ധീരത നിസ്സാരമല്ല എന്നുള്ളതാണ്. ഗൂർഖ യുവാക്കളെ റിക്രൂട്ട് ചെയ്താണ് ഇതിനെ കരുത്താക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഈ EFR എന്ന് പറയുന്ന സൈന്യം പിന്നെയും മുന്നോട്ട് പോയി. 2010 ഇവർക്ക് നേരെ വലിയ ആക്രമണമുണ്ട്. ഇവരുടെ ക്യാമ്പ് വളഞ്ഞിട്ട് മാവോയിസ്റ്റുകൾ പെട്രോൾ ബോംബൊക്കെ എറിഞ്ഞ്, അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കാൻ വേണ്ടി വന്ന് കിടക്കുന്ന സൈനികർ ക്യാമ്പിന് നേരെ ഇവർ പെട്രോൾ ബോംബ് എറിഞ്ഞ് അത് തീ പിടിച്ച് അവിടുന്ന് പുറത്തേക്ക് ഓടിയ സൈനികരെ വെടിവെച്ച് കൊന്നു. അങ്ങനെ 24 പേർ രക്തസാക്ഷികളായി വീരമൃത്യു വരിച്ചു. ആ വീരമൃത്യു വരിച്ചവരുടെ ആ മരണത്തിന് ശേഷം ഈ ഈസ്റ്റേൺ ഫ്രണ്ടിയർ റൈഫിൾസിൻ്റെ ആൾക്കാർ വെറുതെ ഇരുന്നില്ല. അവർ കൃത്യമായി ഇറങ്ങി മാവോയിസ്റ്റുകളെ, ഈ പറയുന്ന ആ ക്യാമ്പ് ആക്രമിച്ചവരെ വെടിവെച്ച് കൊന്നു. അത് മാത്രവുമല്ല, ഇതിൻ്റെ സൂത്രധാരന്മാരെ പിടികൂടുകയും ചെയ്തു. അങ്ങനെ ധീരോദാത്തമായ ശക്തിയൊക്കെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ എണ്ണം വളരെ കുറവാണ്. ഈസ്റ്റേൺ ഫ്രണ്ടിയർ റൈഫിൾസ് നാമമാത്രമായിട്ടുള്ള എണ്ണമാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ, കൂടുതൽ യുവാക്കൾക്ക് ജോലി കൊടുക്കാൻ ഉടനടി തന്നെ 1000ഓളം യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സുവേന്ദു അധികാരി ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പശ്ചിമ ബംഗാളിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ പോവുകയാണ്. അവിടുത്തെ യുവാക്കൾ വർദ്ധിത വീര്യത്തോടുകൂടി അവരുടെ നാടിന് വേണ്ടി നിലയുറപ്പിക്കാൻ പോകുന്നു. അവർ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഇനി അവിടെ ചെയ്യാൻ പോകുന്ന അതിർത്തി കാക്കും. BSFനൊപ്പം ഈ പറയുന്ന പശ്ചിമ ബംഗാളിൻ്റെ അതിർത്തി കടന്ന് ഒരുത്തനും വരില്ല, ഒരീച്ച പോലും പാറാൻ സമ്മതിക്കില്ല. ആ രീതിയിൽ കാവലിനുണ്ടാവും. അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരെ തീർക്കും. ആഭ്യന്തര ഭീഷണി, ഏതെങ്കിലും ഭീകരൻ അവിടെ വെടിയുണ്ട എടുക്കാനോ ഒരു ബോംബുണ്ടാക്കാനോ ശ്രമിച്ചാൽ അവൻ്റെ തലയിൽ ഉണ്ട കയറ്റാൻ ഈ EFRൻ്റെ പിള്ളേരുണ്ടാവും എന്നുള്ള ഗൂർഖകളുണ്ടാവും. ഇനി മറ്റൊന്ന്, അവിടുത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കാനായിട്ടുണ്ടാവും. തീവ്രവാദികളെ തുരത്താൻ, നുഴഞ്ഞുകയറ്റമില്ലാതാക്കാൻ, തീവ്രവാദം മാത്രമല്ല, തീവ്രവാദത്തിന് പ്രധാനപ്പെട്ട ഇന്ധനമാകുന്ന മയക്കുമരുന്ന് പിടികൂടാൻ കൂടി ആ കരുത്തന്മാരുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ കാവലിന് വേണ്ടിയിട്ട് സുവേന്ദുവിൻ്റെ ഗൂർഖ സൈന്യം എത്തുന്നു. അത് ബംഗാളിൻ്റെ തലവര മാറ്റിക്കുറിക്കുമെന്നുള്ളതാണ്. അവിടുത്തെ പോലീസ് ഇപ്പം തന്നെ മാറിക്കഴിഞ്ഞു. പോലീസ് ധീരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു. നിയമം അതേപടി നടപ്പിലാക്കാൻ അവർ ബാധ്യസ്ഥരായിരിക്കുന്നു. അങ്ങനെയാണ്. ഇപ്പോൾ മമതയുടെ ഗുണ്ടകളെയൊന്നും ഇനി പേടിക്കണ്ടല്ലോ, ആ രീതിയിലാണ് പോകുന്നത്. എന്തായാലും ഈസ്റ്റേൺ ഫ്രണ്ടിയർ റൈഫിൾസ് വൻ ശക്തിയായി, സുവേന്ദുവിൻ്റെ പട്ടാളം അതാ പശ്ചിമ ബംഗാളിൻ്റെ സുരക്ഷയ്ക്കിറങ്ങുന്നു. ബംഗ്ലാദേശിനെ തളർത്താനുള്ള എല്ലാ കരുത്തുമായി ഗൂർഖകൾ എത്തുകയാണ്.